ദ ലാസ്റ്റ് തിങ്, ഇതൊരു ഫണ്ണായിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. ജീവൻ രക്ഷാ മരുന്നുകളുമായി പ്രതിനിധി സംഘം ക്യൂബിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്ന്, ഇവിടെ ലോകത്ത് ഇനി ഈ പറയുന്ന ഭക്ഷണവും ആഹാരവും ഔഷധവും ഒക്കെയാണ് കൊടുക്കാനാണെങ്കിൽ തൊട്ട് അയൽക്കാരൻ തൊട്ട് രാജ്യവും എല്ലാം കിടക്കുന്നു. പക്ഷേ ഈ ക്യൂബ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവർ പോയി കണ്ടുപിടിക്കുന്നു. എന്താണ് കാര്യം? നമ്മളിവിടെ നിന്ന് അടിക്കുന്ന അതേ നോട്ടീസാണ് അവരും അടിക്കുന്നത്. ഇതാണോ? വേറെ ഒന്നും എനിക്ക് കാരണമായിട്ട് കാണുന്നില്ല. അവിടെ ഇപ്പോൾ യുദ്ധം നടക്കുന്നതായിട്ടോ അവിടെ ഭയങ്കരമായിട്ട് ഫാമിൻ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ അവിടെ ആഭ്യന്തര സംഘർഷം ഉള്ളതായിട്ടോ ഒന്നുമില്ല. ഉപരോധം, അമേരിക്ക ഉപരോധം നടത്താം. അമേരിക്ക ഉപരോധം നടത്തണോ വേണ്ടതെന്ന് അമേരിക്കയല്ലേ തീരുമാനിക്കുന്നത്. ഒരു രാജ്യമായിട്ട് കച്ചവടം ചെയ്യേണ്ട, അല്ലെ അങ്ങോട്ട് ഇതയക്കണ്ട എന്നൊക്കെ ഓരോരോ സംഘടനകൾ. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ അല്ലല്ലോ, ദേശസാൽക്കരണം. അതായത് അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന എല്ലായിടത്തും സർക്കാരിൻ്റെ ആക്കിയിട്ട് ഈ ഉള്ള പരിപാടികൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടപരിഹാരം കൊടുക്കണം അവർക്ക്. അത് കിട്ടിയില്ല എന്ന് വരുമ്പോൾ അവർ ബിസിനസ്സിൽ ഡീലിങ് ശരിയല്ല. അത് സോഷ്യലിസം ആയാലും കമ്മ്യൂണിസം ആയാലും എന്തായാലും നിങ്ങൾ അതേ ഒരു ബൊളീബിയയിൽ ഇത് തന്നെയായിരുന്നല്ലോ ഹ്യൂഗോ ഷോവസ് ചെയ്തത്. കമ്പനികളെ ദേശസാൽക്കരണം എന്ന് പറയുമ്പോൾ സാധനം എന്താണ്, അതിന് നഷ്ടപരിഹാരം കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് വരുന്നതാണ്. അങ്ങനെ വന്നു. അപ്പോൾ ഇവർ ഇവിടുന്ന് ഈ ചെറിയ പെട്ടിക്കകത്തിൽ അച്ചാറും പഴമാങ്ങയൊക്കെ കൊണ്ടുപോകുന്നതാണ്, ഏതോ മരുന്ന് ക്യൂബയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ക്യൂബയുടെ അവസ്ഥ എന്താണ്? ഇതൊരു സത്യത്തിൽ ഈ കമ്മ്യൂണിസം അല്ലെങ്കിൽ സോക്കോൾഡ് സോഷ്യലിസത്തിൻ്റെയൊക്കെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പിക്ചറാണിത്. ഇത്രയും വലിയ രാജ്യത്തേക്ക് ഈ പറയുന്ന ഈ സംഗതികൾ കൊണ്ടുപോവുകയാണ്. അവർ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വന്ന് ക്യൂബൻ ഡോക്ടേഴ്സ് പറന്നടിക്കുന്നു എന്നാണ് പറയുന്നത്. എവിടെ പ്രശ്നം ഉണ്ടായാലും ക്യൂബൻ ഡോക്ടേഴ്സ് പോകുന്നിടത്തെല്ലാം അവരുടെ കാവലിന് തന്നെ ആളുകൾ അധികം ആലോചിച്ച് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് അവന്മാർ തിരിച്ചു വരത്തില്ല. അവർക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാടും. എന്തിനറിയാം, അമേരിക്കയായിട്ടുള്ള കടലിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണമാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തിയാൽ മതി എന്ന് പറയും. എത്ര എണ്ണമാണ്. അപ്പം ഇത് വേറൊന്നുമില്ല, ഒരു വഷളൻ സാമ്പത്തിക സാമൂഹിക ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം, ഏകാധിപത്യ ഭരണകൂടം അവിടെയുണ്ട്. അതിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടാണ് ഈ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോകുന്നത്. ഈ മരുന്നൊന്നും അവിടെ ഇല്ലെന്ന്. ജീവൻ രക്ഷാ ഔഷധങ്ങൾക്ക് ദാരിദ്ര്യം നേടുന്ന ഒരു രാജ്യമാണ് ക്യൂബ. ആ ക്യൂബയാണ് ആരോഗ്യരംഗത്തിന് മാതൃക. ഈ ഇടയ്ക്ക് ക്യൂബ വാക്സിൻ ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിലെത്തിയെന്നും അവർ ക്യൂബൻ വാക്സിൻ കിട്ടിയേക്കാമെന്നും ഒക്കെ ഇവിടെ വാർത്തകളുണ്ടായിരുന്നു. ഹൗ റിഡിക്കുലസ് ദിസ് ഈസ്. ഞാൻ ഇതിൻ്റെ വേറെ കുറേ ഇതിൻ്റെ കീഴിൽ വന്ന കമൻറ്റുകൾ അതിൻ്റെ 100% ഇതാണ്. പക്ഷേ ഞാൻ അതല്ല കാണുന്നത്. പക്ഷേ എന്നാലും ഞാനിതൊരു എക്കണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാണുന്നത്. ഒരു സാമ്പത്തിക ശാസ്ത്രം, ഒരു രാഷ്ട്രീയ ശാസ്ത്രം എന്നല്ല, എത്ര വലിയ ഫാഷിസ്റ്റാണ് ആ ജനങ്ങളുടെ ജീവിതവും അവരുടെ പ്രകാശവും എങ്ങനെ അണച്ചു കളയുന്ന ഒരു റിഗ്രസീവായിട്ടുള്ള മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് എന്ന് കാണിക്കുന്നതാണ് ഈ ചിത്രം. വേറെ ആർക്കും വേണ്ടി പിരിക്കില്ല. എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങൾ പട്ടിണിയാണോ പ്രശ്നമെങ്കിൽ ക്യൂബയല്ല ആദ്യം വരുന്നത്. യുദ്ധമാണ് പ്രശ്നമെങ്കിലും ക്യൂബയല്ല. മാൽന്യൂട്രീഷൻ ആണെങ്കിലും ക്യൂബയല്ല. ആരോഗ്യരംഗത്തെ പ്രശ്നമാണെങ്കിലും ക്യൂബയല്ല. പിന്നെ എന്തിനാ അവർ ക്യൂബയിലേക്ക് പോകുന്നു? അതാണ് ഈ പറയുന്നത് ഈ ട്രൈബലിസം, അതായത് ഈ പാർട്ടി ബോധം എന്നൊക്കെ പറയില്ല. നമ്മുടെ പാർട്ടിയാണെങ്കിൽ അവർ അതെന്താണ് ഇത്? മുസ്ലിം ബ്രദർഹുഡ്, ക്രിസ്ത്യൻ ബ്രദർഹുഡ്, പാർട്ടി ബ്രദർഹുഡ്. അവരൊരിക്കലും മനുഷ്യരെ കണ്ണിപ്പെടില്ല. ഇവരുടെ പാർട്ടിക്കാരല്ലാത്തവർ, ഇവരുടെ ഗോത്രത്തിൽപ്പെടാത്തവരെല്ലാം വേറെ മനുഷ്യരാണ്, കുറഞ്ഞ മനുഷ്യരാണ്. അവർക്ക് സഹായം ആവശ്യമില്ല, ബഹുമാനം ആവശ്യമില്ല. അവരെ വെറുപ്പ് കൊണ്ട് കുളിപ്പിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞു, മതവും ഇത്തരം മതാത്മക പ്രസ്ഥാനങ്ങളുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ഓക്കെ.